ഹിമാചൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. കർണാടക കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് കോൺഗ്രസ്സിന് സ്നേഹത്തിൻ്റെ കടയുള്ളത്. ഇപ്പോൾ അവിടെ കക്കൂസിനും നികുതി വന്നിരിക്കുന്നു കേൾക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കക്കൂസിനും നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണോ? അങ്ങനൊരു ഉത്തരവ് വന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ, അതായത് വീടുകളിൽ എത്ര ക്ലോസറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരെണ്ണത്തിന്, ഒരു കക്കൂസിന് വീട്ടിലെ ഒരു കക്കൂസ് സീറ്റ്, അതായത് ടോയ്ലറ്റ് സീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരവിൽ. ക്ലോസറ്റ് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ടോയ്ലറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ അതിന് 25 രൂപ മാസം നികുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ആളുകളുടെ നമ്പർ 2 എന്നൊക്കെ പറഞ്ഞാൽ അതിന് ടാക്സായി. അതെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ വെള്ളത്തിന് നികുതിയൊന്നും വേണ്ടാന്ന് BJP സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നതാണ്. വെള്ളം സൗജന്യം ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ബില്ലിൻ്റെ കൂടെ സിവേജ് ബില്ലും കൂടി വരും. അത് വെള്ളത്തിൻ്റെ ബില്ലിൻ്റെ 30% സിവേജ് ബില്ല്. ഈ മലിനജലം ഇങ്ങനെ അതിൻ്റെ നിർഗമനം അതിന് സഹായിക്കുന്നു സർക്കാർ എന്നുള്ളതൊക്കെ കൊണ്ട്. സീവേജ് പ്ലാന്റ് ഒക്കെ ഉണ്ടോ അവിടെ? എന്താണ് ഇവിടെ കൊച്ചി പോലും ഇല്ല ഫലപ്രദമായി. അങ്ങനെയൊന്നും അവിടെ ഇല്ല. ഹിമാചലിൽ അങ്ങനത്തെ പരിപാടി. ഒന്നാമത് മുഴുവൻ മലയല്ലേ അവിടെ, മലയും താഴ്വാരവും. നികുതി പിരിക്കാൻ ഓരോ വകുപ്പ്, ഓരോ വഴി. എന്ത് പുതിയ സാധനം കണ്ടാലും അതിന് നികുതി എന്നുള്ള മട്ടിലാണ് ഇത്. സുഖ്വീന്ദർ സിംഗ് സുഖു അല്ല, അവിടെയാണ് കഞ്ചാവ് കൃഷി ലീഗലൈസ് ആക്കാൻ പോകുന്നത്. ലീഗലൈസ് ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ വാട്ടർ ബില്ലിന് പുറമെ ഒരു ബില്ലും കൂടി വരികയാണ്, സിവേജ് ബിൽ എന്ന് പറഞ്ഞിട്ട്. ജൽശക്തി വകുപ്പ് അതിനാണ് ഇതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരുമല്ലോ, ഈ സ്വന്തമായി വെള്ളമൊക്കെ ഉള്ളവർ, കിണർ പോലുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉള്ള ആളുകൾ, അവരും ഈ 25 രൂപ ഈ ടോയ്ലറ്റ് സീറ്റിന് എന്നുള്ളത് കൊടുക്കണം. അവർക്ക് വെള്ളത്തിൻ്റെ ബില്ല് വേറെ വരില്ല, സിവേജ് ബില്ല് മാത്രമേ അവർക്ക് വരുള്ളൂ. 25 രൂപയുടെ ബില്ലും വരും. BJP നേരത്തെ പറഞ്ഞ പോലെ വെള്ളം സൗജന്യമാവുമെന്ന് മറ്റേ പത്രികയിലും ഒക്കെ പറഞ്ഞിരുന്നതാണ്. ഈ വെള്ളത്തിൻ്റെ ബില്ല് ഹിമാചൽ പ്രദേശിൽ വരുന്നത് ആദ്യമായിട്ടാണെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അവിടെ നികുതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കണക്ഷന് 100 രൂപ വെള്ളത്തിൻ്റെ. അങ്ങനെയാണ് ഇപ്പം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒക്ടോബർ മുതലാണ് ഇത് നിലവിൽ വരുന്നത്. കക്കൂസ് നികുതിയും ഒക്ടോബർ മുതൽ നിലവിൽ വരുന്നു. ഇതിനെ ന്യായീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ന്യായീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നഗരമേഖലയിൽ വലിയ വീടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ വലിയ വീടുകളിൽ ധാരാളം കക്കൂസുകൾ കാണും. വെള്ളത്തിൻ്റെ ഉപയോഗം, അവരുടെ വിനോദം കക്കൂസിൽ പോകാന്നുള്ളതായിരിക്കും. അവരുടെ വെള്ളത്തിൻ്റെ ഉപയോഗം കൂടുതലാണ്, അതിഭീകരമായിരിക്കും. ഒരുപാട് കക്കൂസുകൾ വീട്ടിലുള്ള ഈ കക്കൂസ് കോംപ്ലക്സ് അതിന് ഒരെണ്ണം മാത്രമുള്ളവർക്ക് എന്തിനാണ് ഏർപ്പെടുത്തുന്നത്? എന്നാലും അവർ 25 രൂപ കൊടുക്കണം ഒരെണ്ണം ആവുമ്പോൾ. മറ്റേത് ഈ കക്കൂസ് സമുച്ചയമുള്ള ബംഗ്ലാവുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വലിയ കക്കൂസ് സമുച്ചയം. അപ്പോൾ അതുകൊണ്ട് ഇത് ന്യായീകരിക്കാമെന്നാണ് കോൺഗ്രസിനോട് അനുഭവമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ 5 കോർപ്പറേഷനുണ്ട്, 29 മുനിസിപ്പാലിറ്റി, 17 നഗരപഞ്ചായത്തുകൾ, 10 ലക്ഷം വീടുകൾ. ഇത് നികുതി ചുമത്താവുന്നത് 25 രൂപ വെച്ചിട്ട്. അപ്പം നിർമ്മല സീതാരാമൻ്റെ ഒരു എക്സിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, കുറിപ്പ്. ഇത് സത്യമെങ്കിൽ അവിശ്വസനീയം. പ്രധാനമന്ത്രി മോദിജി സ്വച്ഛത പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ പുച്ഛിച്ചവരാണ് ഈ കോൺഗ്രസ്. അതെ, എല്ലാ വീടുകൾക്കും കക്കൂസ് കൊടുത്തപ്പോൾ കളിയാക്കിയവരാണ് ഈ കോൺഗ്രസ്സുകാർ. അതെ. ഇപ്പോൾ അതിൻ്റെ പേരിൽ അവർ ടാക്സ് മേടിക്കുന്നു. അതെ. ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ കക്കൂസിന് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. ശുചിത്വം നൽകിയില്ല അവർ. എന്നിട്ട് ശുചിത്വം നൽകാതെ, അതായത് ശുചിത്വ മിഷന് എതിരായിരുന്നല്ലോ, ശുചിത്വം വേണ്ടാത്തവർ ഇപ്പോൾ ശുചിത്വത്തിനെ ചൊല്ലി ടാക്സ് ഭരിക്കുന്നു. ഇത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അതെ എന്ന് നിർമ്മല പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ ആലോചിക്കുമ്പോൾ ഹിമാചൽ 5 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അധികം ദൂരമില്ല. ആ സംസ്ഥാനത്തെ കുട്ടിച്ചോറാക്കി. അതെ. ഒരു പ്രശ്നവുമില്ലാതെ നന്നായി പൊക്കിട്ടുന്നൊരു സ്റ്റേറ്റാണ്. ശമ്പളം ഇല്ല സർക്കാർ ജോലിക്കാർക്ക്, ആളുകളെ പിരിച്ചു, പെൻഷനില്ല, സബ്സിഡികൾ എല്ലാം കട്ട് ചെയ്തു. ഇത് നോക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സർക്കാർ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സ്റ്റേറ്റിനെ നശിപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും ഇവരാണ് ഭരിച്ചിരുന്നെങ്കിലോ
രാജ്യം തന്നെ കുട്ടിച്ചോറായി പോയനെ. ഈ രാജ്യം ഇനി ഇവരെ ഭരിക്കാൻ ഏൽപ്പിച്ചിരുന്നെങ്കിലോ ഇന്ത്യ പീസാക്കി ഇവരെ ആക്രി വിലയ്ക്ക് വിറ്റേനെ. ഈ സോറോസിനും കൂട്ടർക്കും ഒക്കെ വിറ്റേനെ. മാത്രമല്ല കശ്മീരിലെ തീവ്രവാദികളൊക്കെ നിർബാധം സഞ്ചരിച്ചേനെ. കശ്മീരിലെ തീവ്രവാദികൾക്കൊക്കെ പൈസ കൊടുക്കുന്ന ആളുകളല്ലേ അവര്. ഈ ഹിമാചലിൽ തന്നെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കൂറുമാറ്റം വരുന്നൊരു ഭയം ഉണ്ടല്ലോ കോൺഗ്രസ്സിന്. അപ്പോൾ അതുകൊണ്ട് അടുത്ത കാലത്ത് അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ചു. കൂറുമാറ്റം കൊണ്ട് അയോഗ്യരായവർക്ക് പെൻഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് അവതരിപ്പിച്ചിരുന്നു. നിയമം വന്നിട്ടുണ്ട് അവിടെ. മുമ്പ് കൂറുമാറിയവരുണ്ടെങ്കിൽ അവരുടെയും കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ കട്ട് ചെയ്യും എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 5-6 പേര് MLA കൂറുമാറിയിരുന്നു കോൺഗ്രസിൽ നിന്ന്. ഈ അവസ്ഥയിൽ കൂടുതൽ പേര് മാറും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനൊരു നിയമം അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ കൂറുമാറ്റം നിരോധിക്കാനും ഉള്ള പരിപാടികളും കൂടി അവിടെ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അവർ. അല്ല, ഞാൻ ചോദിക്കുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. വായു, ജലം, ഭക്ഷണം, പിന്നെ അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം. ഇതൊക്കെ ഡീസൻ്റായിട്ട് ജീവിക്കാനുള്ള അവകാശം കൂടിയാണ്. അപ്പോൾ ലോകത്തൊരിടത്തും കിട്ടിട്ടില്ല ഇങ്ങനൊരു നികുതി. സ്വന്തം വീട്ടിൽ ശൗചാലയം ഉണ്ടാക്കിയാൽ അതിന് മാസം തോറും നികുതി കൊടുക്കണമെന്ന് പറയുന്ന ഒരു വിചിത്രമായ കാര്യം. അതായത് നമ്മൾ ഈ വാട്ടർ ചാർജിൻ്റെ അകത്ത് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന മുഴുവൻ വെള്ളത്തിനും കൂടിയിട്ടാണ് അത്. മറ്റേ സീവേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് ഏർപ്പെടുത്തേണ്ട ഒരു കാര്യം അതിൻ്റെ അകത്ത് വരുന്നില്ല. കാരണം അതൊക്കെ ഈ നമ്മൾ കൊടുക്കുന്ന നികുതി ഉണ്ടല്ലോ, അല്ലാതെ പലതരം നികുതികൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അങ്ങനത്തെ സംഗതികളൊക്കെ ഏർപ്പെടുത്തുക, വെള്ളം കൊടുക്കുക എന്നൊക്കെ ഉള്ളത് സർക്കാരിൻ്റെ ചുമതലയാണ്. അഴിമതി നടത്തിയും ഭരണപ്പിടിപ്പുകേട് കൊണ്ടും വല്ലാതെ തകർന്നിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ സമ്പദ്ഘടന. കേരളം ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. കർണാടക അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സൗജന്യങ്ങൾ വാരിക്കോരി കൊടുത്തിട്ട് കർണാടകയിൽ ഒന്നിനും കാശില്ല. കർണാടകയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ പാർവതിയില്ലേ, മറ്റേ BN പാർവതി, സിദ്ധരാമയ്യയുടെ ഭാര്യ, മുടായുടെ കേസിൽ അത് തിരിച്ചു കൊടുക്കാം. അത് അതിലും വലിയ പൊല്ലാപ്പായി. അഴിമതിയിലൂടെ ഒരു സാധനം നേടിയെടുത്തിട്ട് ഞാൻ തിരിച്ചു എന്തൊക്കെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുക. ഞാനൊരാളുടെ പോക്കറ്റ് അടിച്ച് പൈസ എടുത്തപ്പോൾ പോലീസ് എന്നെ പിടിച്ചു, ഓട്ടോ ഞാൻ തിരിച്ചു കൊടുത്തേക്കാം, വിട്ടേക്കണം എന്ന് പറയുന്ന പോലെയാണ്. അത് ക്രൈം അല്ലാതാവുന്നില്ലല്ലോ. ഇല്ല. മാത്രമല്ല ആ പാർവതി എഴുതിയിട്ടുള്ള പ്രബന്ധം അതേതോ സാഹിത്യകാരനെ എഴുതി കൊടുത്താന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ ഭർത്താവ് ഇത്രയും കാലം ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയാണ് ജീവിച്ചത്. ഇത് എൻ്റെ തീരുമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ കളങ്കം പുരളാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രബന്ധമാണത്. എൻ്റെ ഇഷ്ടപ്രകാരം മൈസൂർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലേ, അതോറിറ്റിയുടെ പ്രോപ്പർട്ടി ഞാനിങ്ങെടുത്തു. മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഒരു ഇപ്പോൾ നമ്മുടെ GCDയുടെ പ്രോപ്പർട്ടി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് തോന്നി എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഭർത്താവ് അറിയാതെ പറ്റില്ല. അപ്പം വല്ലാത്ത അഴിമതിയാണ്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും വന്നിട്ട് ജിലേബിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഹരിയാനയിൽ കഴിച്ച ജിലേബി ലോകോത്തരമാണ്. ഒരു ജിലേബി ഉണ്ടാക്കാൻ 100 പേര് വേണ്ടി വരും കണ്ടെത്തൽ. കാരണം ഒരു ജിലേബി സെൻറ്റർ 100 പണിക്കാർ. അങ്ങനെ ജിലേബി രാജ്യവ്യാപകമായി ഉണ്ടാക്കി കയറ്റുമതി ചെയ്ത് അംബാനിയും അദാനിയും തോൽപ്പിക്കാൻ. സ്നേഹത്തിൻ്റെ കടയിൽ ജിലേബി വിൽക്കും. അതെ, വിൽക്കും. ഏതായാലും സ്നേഹത്തിൻ്റെ കടയിൽ ജിലേബി കഴിച്ചിട്ട് കക്കൂസി പോകാൻ നേരത്ത് ടാക്സ് കൊടുക്കണം. അതാണ് പ്രശ്നം. അതാണ് ഹിമാചൽ മാതൃക. പിണറായി വിജയൻ്റെ സർക്കാർ ഇത് കേൾക്കാതിരിക്കട്ടെ. കാരണം ചിലപ്പോൾ കേരളത്തിലും നടപ്പാക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഈ കക്കൂസി പോകുന്ന ഒരു ദിവസം ഈ പരിമിതപ്പെടുത്തുക എന്നുള്ളത് ജനങ്ങൾ അവിടെ സ്വീകരിക്കേണ്ടി വരുമോ, ആലോചിക്കേണ്ടി വരുമോ? ഇനി വല്ല ആളുകളുടെയൊക്കെ ദേഹത്ത് വല്ല ചിപ്പും വെച്ചിട്ട് ഒരു പ്രാവശ്യം എത്ര തവണ കക്കൂസി പോകുന്നുണ്ട്, ഓരോ തവണ പോകും. ആദ്യത്തെ ഒരു തവണ ഫ്രീ, പിന്നെ ഒരു തവണയ്ക്ക് 25 രൂപ, പിന്നെ പോയാൽ 50% കൂടി. അടുത്ത ഘട്ടമായിട്ട് വയറിളക്കം നിരോധിക്കും. ഇതൊക്കെ സംഭവിക്കാം. അതായത് ഭരണം എന്ന് പറയുന്നത് വലിയൊരു ആഭാസമായി മാറുന്ന കാഴ്ചയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, രാജ്യത്തിൻ്റെ ഭരണം അവർക്ക് കൊടുത്തില്ലല്ലോ എന്ന്. വലിയ കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.